വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മയത്തും കൊണ്ടാണ് പോകുന്നത് വെച്ചാൽ ഇന്ന് മുത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മുത്തിന് അർഷിക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സെറ്റ് പറഞ്ഞ് അങ്ങനെ അർഷിയും മുത്തും മുന്നിൽ തന്നെ പോയിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ നമ്മൾ കാക്കാൻ്റെ കേക്ക് ഇപ്പം വാങ്ങി വെച്ചാൽ അല്ലിന് പോകും. അപ്പോൾ നമ്മൾ എത്ര മണി വരെയാണെന്ന് ചോദിച്ചതാ. 1 മണി വരെ ഉണ്ട്. ടൈം എത്രയായി? ഇപ്പോൾ ടൈം 10:15. നമ്മുടെ ടീംസ് ഒക്കെ ഉണ്ട്. ഒരു ടീം അത് ഒളിച്ചു പോകുന്ന ഒരു ടീം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ടീംസ് എല്ലാവരും ഉണ്ട്. ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെലക്ട് ചെയ്ത് പേരൊക്കെ എഴുതി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സാധനം കൂടി കിട്ടാനുണ്ട്. അത് സെർച്ച് ചെയ്ത് നടക്കാതെ പക്ഷെ കിട്ടിയില്ല. നല്ല ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ. അർഷി ഇങ്ങനെ മെസ്സേജ് അയച്ച് നിൽക്കുന്നുണ്ട് എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു ഫുഡെല്ലാം ഒരേം കൂടിയും കൂട്ടിയിട്ട് കഴിക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ വിചാരിച്ചിരുന്നാൽ പിന്നെ ബീച്ചിൽ പോയി ചായ കുടിക്കാം. നല്ല കാറ്റായതിനെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ല, പറയാനുള്ളതുകൊണ്ട്. ചെറിയൊരു മഴയുണ്ട് പക്ഷെ നല്ല വെതറാട്ടോ. ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ റയാനൊക്കെ സുഖമില്ലാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഞാൻ വേഗം കയറി. പിന്നെ അവിടെ നമ്മൾ കാടമുട്ടയും ഗ്രീൻ പീസും ചായയും ഒക്കെ കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ 11:55 കേക്ക് വാങ്ങാൻ പോയി. പിന്നെ 1 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നു. 12:55 1 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ വേഗം ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ കേക്കൊക്കെ വാങ്ങി സിത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അർഷി എവിടെയുള്ളതെന്ന് ചോദിക്കാമെന്ന്. അർഷിനെ മെസ്സേജ് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ മുത്തിന് അറിയാമല്ലോ, ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മോമോസ് കഴിക്കാൻ മോമോസിൻ്റെ ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാണ്. എന്തായാലും മുത്തിന് മനസ്സിലാവും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമെന്ന് എന്തായാലും അവന് മനസ്സിലാവും. കാരണം അർഷി ഇങ്ങനെ പിടിച്ച് നിൽപ്പിക്കുകയാണ് ടൗണിൽ ഇവിടെ പോവല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതാ ഓനാദ്യം തോന്നി ഇതൊക്കെ എനിക്ക് ആദ്യം അറിയാമെന്നുള്ള ഭാവത്തിലാണ്. നമ്മളിപ്പോൾ മുത്തിനെ മെയിൻ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അതിപ്പോ എവിടെ പോകുന്നു നമ്മള്? മെയിനായിട്ട് നമ്മൾ അർഷിന്റെ വക ചോക്കോ ലിക്കിലേക്കാണ് ഗൈസ് പോകുന്നത്. അവിടെ എന്തുവാണെങ്കിലും നമുക്ക് കഴിക്കാം. അങ്ങനെ നമുക്ക് മോമോസൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി നല്ല കഴിയാനായി എന്ന് വേണം പറയാൻ. അതിൻ്റെ ഇടയിലായിരുന്നു 2 ആൾക്കാർ ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. വേണമെന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി. നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുടയൊക്കെ എടുത്താണ് ഇറങ്ങിയിട്ടുള്ളത്. മുത്താകെ വിഷമത്തിലാണ് ഗൈസ് ഞങ്ങളെല്ലാവരും കണ്ടത്. മോനെ എന്ത് പണി കിട്ടും, എന്ത് ചിലവ് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുള്ള ആകെ തളർന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സിത്തു അവിടെ നിന്ന് ഞാൻ കുറച്ച് സബ്സ്ക്രൈബറെ ഒപ്പിച്ചിടാൻ പറഞ്ഞിട്ട് പോയി. കുറച്ച് സബ്സ്ക്രൈബറൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അർഷിയും കൂടെ തന്നെ പോകുന്നുണ്ട്. അവള് ഈ വെല്ലുവിളി ഏറ്റെടുക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അവളത് ചെയ്തു. പിന്നെ അവിടുന്ന് മറ്റേ ലേസർ വെക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ വാങ്ങി ഞങ്ങൾ കുറച്ചങ്ങനെ ലേസറൊക്കെ കത്തിച്ച് നോക്കി. ഫൈനലി ഇതാ 12 മണിയെ നമ്മുടെ കേക്ക് കട്ടിങ് തുടങ്ങുകയാണ്. ഇപ്പോൾ അതാ അർഷി കേക്കുമായിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുകയാണ്. നമ്മൾ വീഡിയോ ആയിട്ട് ബേക്കിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ മുത്ത് ഇതൊക്കെ എനിക്ക് ആദ്യം അറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എന്തായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അധികം ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കാറിന്ന് ഇറങ്ങിയത് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തിനാന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനലി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതാ റയാനും അർഷിക്കും എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു കേക്കിൻ്റെ കഷ്ണം തന്നു. ഞാൻ പ്രത്യേകിച്ചൊരു ഗിഫ്റ്റ് വാങ്ങാത്തതുകൊണ്ട് ഒരു ഉമ്മ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ ഗിഫ്റ്റ്. അങ്ങനെ കരീമിനോട് കേക്ക് കൊടുത്തപ്പോൾ കരീം പറഞ്ഞു നിങ്ങളെല്ലാവരും എടുത്തിട്ട് അതിന് തന്നേക്കെന്ന് പറഞ്ഞ്. അതിനാണ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്.
അടുത്തതായിട്ട് നമ്മളെ അർഷിൻ്റെ ഗിഫ്റ്റ് കൈമാറുന്ന ചടങ്ങാണ്. അർഷി ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ ബാക്കിയുള്ള കേക്ക് ബീച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. ഇനി നമ്മുടെ മെയിൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ബീച്ചിൽ നിന്നുള്ള ചായയും മോമോസും എല്ലാം കൊണ്ട് ഫുഡ് അങ്ങോട്ട് എല്ലാവർക്കും അധികം കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിച്ചെന്ന് വരുത്തി എല്ലാവരും അല്ല, ഞാനും അർച്ചിയൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ്. അങ്ങനെ അവസാനമായിട്ട് റയാൻ ഹാപ്പി ബർത്ത്ഡേ മുത്തുക്കാന്ന് പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. റയാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോങ് ഇട്ടിരുന്നു, അപ്പോൾ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ സൗണ്ട് മ്യൂട്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. ടാറ്റ ബൈ ബൈ.